Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 6 തിങ്കളാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. മേഖലയിലെ സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമാണ് ഭരണകൂടം പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ വ്യക്തമാക്കി. ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറാൻ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങളെയും ജനവാസ മേഖലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും രാജാവ് ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പൗരന്മാർക്ക് സർക്കാർ കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ പാലിക്കണമെന്ന് രാജ്യത്തിൻ്റെ സ്ഥിരതയ്ക്കായി ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ബഹ്റിന് നേരെ ഇറാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ സായുധ സേന വിജയകരമായി പ്രതിരോധിക്കുന്നതായി ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. അധിനിവേശം ആരംഭിച്ചതു മുതൽ ഇതുവരെ 188 മിസൈലുകളും 468 ഡ്രോണുകളും BDF തകർത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. രാജ്യത്തിൻ്റെ ആകാശം സുരക്ഷിതമാണെന്നും പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സൈന്യം നിർദ്ദേശിച്ചു. രാജ്യത്തെ വായു നിലവാരം സുരക്ഷിതമാണെന്നും അന്തരീക്ഷത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങളൊന്നുമില്ലെന്നും ബഹ്റിൻ സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെൻറ്റ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ചില വ്യവസായ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം. ആക്രമണത്തെ തുടർന്ന് വായുമലിനീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് അധികൃതർ സൂക്ഷ്മമായി പരിശോധിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വായു നിലവാര സൂചികകൾ 24 മണിക്കൂർ നിരീക്ഷിച്ചു വരികയാണെന്ന് കൗൺസിൽ അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ആഗോള ഭക്ഷ്യസുരക്ഷയെയും സമാധാനത്തെയും തകർക്കുമെന്ന് ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റഷീദ് അൽ സയാനി മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 28 ശേഷം ഈ മേഖലയിൽ കൂടെയുള്ള സമുദ്ര ഗതാഗതത്തിൽ 90% കുറവുണ്ടായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പ്രതിസന്ധി തുടർന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളാകും ഇതിൻ്റെ ദുരിതം ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരികയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഴ്ചകൾ നീണ്ട ഇടവേളയ്ക്കു ശേഷം ബഹ്റിനിലെ നഴ്സറികളും കിൻഡർ ഗാർഡനുകളും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണോ അതോ വീട്ടിലിരുന്ന് പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വിദ്യാഭ്യാസ മന്ത്രാലയം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സ്കൂളുകൾക്കും ഈ ഇളവ് ബാധകമാണ്. അതേസമയം മറ്റ് വിദ്യാർത്ഥികൾക്ക് അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഓൺലൈൻ പഠനം തന്നെ തുടരും. സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് നഴ്സറികൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ പഠനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം രക്ഷിതാക്കൾക്ക് അനുയോജ്യമായ ഓപ്ഷനുകൾ നൽകാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് മുബാറക് ജുമ പറഞ്ഞു. ബഹ്റിനിൽ വിദേശ പങ്കാളിത്തമുള്ള കമ്പനികൾക്ക് 30,000 ദിനാർ ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമാക്കാനുള്ള നിർദ്ദേശം ഷൂറ കൗൺസിൽ ഐക്യകണ്ഠേന തള്ളി. ഇത്തരമൊരു നിയമം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും വിദേശ നിക്ഷേപത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിലയിരുത്തിയാണ് സഭയുടെ നടപടി. നിയമം നടപ്പിലാക്കിയാൽ വിപണിയിൽ നിന്ന് 1 ബില്യൺ ദിനാറിലധികം മരവിപ്പിക്കപ്പെടുമെന്നും ഇത് രാജ്യത്തിൻ്റെ മത്സരക്ഷമത കുറയ്ക്കുമെന്നും വാണിജ്യമന്ത്രി അബ്ദുള്ള ഫക്രു മുന്നറിയിപ്പ് നൽകി. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഈ നീക്കം വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ബഹ്റിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സഭ നിരീക്ഷിച്ചു. വിശദമായ ചർച്ചകൾക്ക് ശേഷം തള്ളിയ ഈ ഭേദഗതി നിർദ്ദേശം കൂടുതൽ പഠനത്തിനായി പാർലമെന്റിലേക്ക് തിരിച്ചയച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. രാജ്യത്തെ പ്രത്യേക സാഹചര്യങ്ങളോ സാമ്പത്തിക പ്രതിസന്ധിയോ കാരണമാക്കി തൊഴിലാളികളുടെ ശമ്പളം ഏകപക്ഷീയമായി വെട്ടിക്കുറക്കാനോ അവരെ നിർബന്ധിത അവധിയിൽ വിടാനോ തൊഴിലുടമയ്ക്ക് അധികാരമില്ലെന്ന് പ്രമുഖ അഭിഭാഷക സിദ്ദിഖ അൽ മവാലി വ്യക്തമാക്കി. ബഹ്റൈൻ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളിയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ വേതനത്തിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. തൊഴിലുടമയുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാരണങ്ങളാൽ ജോലി തടസ്സപ്പെട്ടാൽ മാത്രമേ പകുതി ശമ്പളം നൽകാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിലും തൊഴിലാളി ജോലി തുടരുന്നുണ്ടെങ്കിൽ പൂർണ്ണ ശമ്പളത്തിന് അർഹതയുണ്ട്. ശമ്പളമില്ലാതെ അവധിയിൽ പോകാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ലെന്നും കൃത്യമായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാവൂവെന്നും അവർ കൂട്ടിച്ചേർത്തു. ശമ്പളം നിഷേധിക്കപ്പെട്ടാൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ബഹ്റൈനിലെ വീടുകളിൽ അതിക്രമിച്ചു കയറി 8 ലക്ഷത്തിലധികം ദിനാർ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ആഡംബര വാച്ചുകളും കവർന്ന കേസിൽ 7 യുവാക്കളെ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. 18-നും 23-നും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിലായത്. താമസക്കാർ ഇല്ലാത്ത സമയം നോക്കി ആസൂത്രിതമായാണ് സംഘം മോഷണം നടത്തിയത്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ഇവരിൽ നിന്ന് മോഷണ മുതലുകൾ കണ്ടെടുത്തു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കാനെന്ന വ്യാജേന വിളിച്ച് ബഹ്റൈൻ വനിതയുടെ അക്കൗണ്ടിൽ നിന്ന് 1030 ദിനാർ കവർന്ന കേസിൽ 26 വയസ്സുകാരനായ ഏഷ്യൻ വംശജൻ പിടിയിലായി. ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് വിശ്വസിപ്പിച്ച് യുവതിയുടെ ഫോണിലേക്ക് വന്ന OTP കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. ഈ OTP ഉപയോഗിച്ച് പ്രതിയും കൂട്ടാളിയും പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. സ്വന്തം രേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ അക്കൗണ്ടായതിനാൽ പ്രതിയെ പോലീസ് വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കേസ് നിലവിൽ ഹൈക്രിമിനൽ കോടതിയുടെ പരിഗണനയിലാണ്. അപരിചിതർക്ക് OTP കൈമാറരുതെന്ന് അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ വിശ്വകലാ സാംസ്കാരിക വേദി മനാമ ഏരിയ സജീവ പ്രവർത്തകനും പാലക്കാട് ജില്ലയിലെ ആനക്കര നയ്യൂർ സ്വദേശിയുമായ ഉണ്ണികൃഷ്ണൻ TV നിര്യാതനായി. 46 വയസ്സായിരുന്നു പ്രായം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരാഴ്ചയായി BDF ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഷിജിന, 2 മക്കൾ എന്നിവർ നാട്ടിലാണ്. മൃതദേഹം ബഹ്റൈനിൽ തന്നെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിര്യാണത്തിൽ വിശ്വകലാ കുടുംബാംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.